പതഞ്ജലി ഗ്രൂപ്പിന് ഇന്ന് എണ്ണിയാലൊടുങ്ങാത്ത ആസ്തിയുണ്ട്. വലിയ പാരമ്പര്യമുള്ള കമ്പനിയൊന്നുമല്ല പതഞ്ജലി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP തണലിൽ പടർന്നു പന്തലിച്ച പതഞ്ജലി ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ശക്തിയായി വിരാജിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ കണ്ണ് പതിയുന്നത്. പിന്നാലെ കള്ളപ്പരസ്യങ്ങൾക്ക് വടിയെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി പതഞ്ജലിക്ക് പണി നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പതഞ്ജലിക്ക് പണി കിട്ടിയെന്നാൽ അതിനർത്ഥം BJPയും തളർന്നു തുടങ്ങി എന്നാണ്. ലാഭവിഹിതം കൃത്യമായി BJP അക്കൗണ്ടിൽ എത്തിച്ചതിന് ശേഷമാണ് പതഞ്ജലി രാജ്യത്ത് ക്ലച്ച് പിടിച്ചു തുടങ്ങിയത് തന്നെ. എന്തായാലും പതഞ്ജലിയുടെ കഷ്ടകാലം മാറുന്നില്ല. ഉത്തരാഖണ്ഡിലെ പതഞ്ജലി ഉദ്യോഗസ്ഥനെയും മറ്റ് 2 പേരെയും 6 മാസം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് കോടതി. പതഞ്ജലി നവരത്ന എലേച്ചി സോൻ പാപ്ഡി സാമ്പിളുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോടതി നടപടി സ്വീകരിച്ചത്. 2019 സെപ്റ്റംബറിൽ ഉൽപ്പന്നത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് പിത്തോഖണ്ഡിലെ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ ബറിക്നാഥ് മാർക്കറ്റിലെ ഒരു കടയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ലക്സറിലെ പതഞ്ജലി ഫുഡ് ആൻഡ് ഹെർബൽ പാക്കിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഭിഷേക് കുമാറിനെയായിരുന്നു പിത്തോറഗഡിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സഞ്ജയ് സിംഗ് ശിക്ഷിച്ചത്. കൻഹാജി ഡിസ്ട്രിബ്യൂട്ടർ പ്രൈവറ്റ് ലിമിറ്റഡ് രാംനഗർ അസിസ്റ്റന്റ് മാനേജർ കൂടാതെ കടയുടമ ലീലാധർ പതക് എന്നിവർക്കും 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് സെക്ഷൻ 59 പ്രകാരം 6 മാസം തടവിനാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പതഞ്ജലി ആയുർവേദ ലിമിറ്റഡും അജയ് ജോഷിക്കും 10,000 രൂപ വീതവും, അഭിഷേക് കുമാറിന് 25,000 രൂപ വീതവും, പതക്കിന് 5,000 രൂപയും കോടതി പിഴ ചുമത്തിയിട്ടുണ്ട്. ലീലാധർ പതക്കിന്റെ കടയിൽ നിന്നും 2019 സെപ്റ്റംബർ 17 ശേഖരിച്ച സാമ്പിളുകൾ രുദ്രാപൂരിലെ പരിശോധന ലാബിലേക്ക് അയച്ചതോടെയാണ് കള്ളക്കളി പൊളിഞ്ഞത്. പരിശോധനാ ഫലത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ 3 പേർക്കെതിരെ കേസെടുത്തു. 3 പ്രതികളും ശിക്ഷ അനുഭവിച്ചില്ല എങ്കിൽ യഥാക്രമം 7 ദിവസം മുതൽ 6 മാസം വരെ അധിക തടവ് അനുഭവിക്കണമെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ കേസിൽ പതഞ്ജലി കുടുങ്ങിയ സാഹചര്യത്തിലാണ് കേസിൽ പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുള്ളതും.